സിബിൻ മെന്റലി ആകെ തകർന്നിരിക്കുന്ന അവസ്ഥയാണ്. അത് തന്നെയാണ് ബിഗ് ബോസ് ടീമിന് വേണ്ടതും. സിബിന്റെ ഗെയിം മാറ്റിപ്പിടിക്കണം. സിബിൻ ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളൊരു തോന്നൽ സിബിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണം. പുറത്തുനിന്ന് ഗെയിം കണ്ട് പോയതാണ് അവിടെ വന്നിട്ടുള്ള വൈൽഡ് കാർഡുകൾ എല്ലാവരും തന്നെ. വൈൽഡ് കാർഡായി വന്ന എല്ലാവരും തന്നെ സിബിനെ ആശ്രയിച്ചാണ് അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. സിബിൻ എന്ത് പറയുന്നോ അതാണ് അവരുടെ റൂൾ എന്ന് പറയുന്നത്. ആ ഗെയിം മാറ്റിപ്പിടിച്ചാലേ ബിഗ് ബോസിൽ ഇനി മുന്നോട്ട് ഗെയിം പോവുള്ളൂ എന്നുള്ളത് ബിഗ് ബോസിന് നന്നായിട്ട് അറിയാം. അപ്പോൾ സിബിൻ ചെയ്യുന്നതും പറയുന്നതും ഫുള്ള് ശരിയല്ല. അതുകൊണ്ട് സിബിന്റെ കൂടെ നിൽക്കുമ്പോൾ സൂക്ഷിക്കുക എന്ന് ഒരു തരത്തിൽ അവരെ കാണിക്കുകയായിരുന്നു ബിഗ് ബോസ് ടീം. അത് സിബിൻ ചെയ്തത് ശരിയല്ല തെറ്റല്ല എന്നുള്ളതൊന്നും കൊണ്ടല്ല, സിബിൻ ചെയ്തത് മുഴുവൻ തെറ്റാണ് എന്നുള്ളത് കൊണ്ടല്ല അവിടെ ബിഗ് ബോസ് ടീം അങ്ങനെ കളിച്ചത്. അതായിരുന്നു ബിഗ് ബോസിന്റെ ഗെയിം പ്ലാൻ എന്ന് പറയുന്നത്. സിബിൻ അത്രയും കോൺഫിഡൻസോട് കൂടിയാണ് സിബിൻ അവിടെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. ആ കോൺഫിഡൻസ് ലെവൽ ഒന്ന് കുറച്ചിട്ട് സിബിൻ ഇനി എങ്ങനെ ഗെയിം കളിക്കുന്നു എന്നൊരു തോന്നലാണ് ബിഗ് ബോസ് ഇനി നോക്കി കാണുന്നത്. അവിടെ സിബിൻ മെയിൻ ആയിട്ട് ലക്ഷ്യം വിട്ട് വന്നത് ജാസ്മിനെയും ഗബ്രിയെയും മാത്രമാണ്. അപ്പൊ ആ ജാസ്മിനും ഗബ്രിക്കെതിരെ മാത്രം ഗെയിം കളിച്ചു കഴിഞ്ഞാൽ അവിടെ ജാസ്മിനും ഗബ്രിക്ക് അല്ല പ്രത്യേകിച്ച് ജാസ്മിനെ പോസിറ്റീവ് ആണ് ഇപ്പോൾ പുറത്ത്, നിനക്കാണ് ഇപ്പോൾ നെഗറ്റീവ് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ അവിടെ സിബിനെ ഒരു കൺക്ലൂഷൻ കിട്ടിയിട്ടുള്ളത് ലാലേട്ടൻ വന്ന് സംസാരിച്ച സമയത്ത്. അപ്പൊ ഇനി സിബിൻ എങ്ങനെയൊക്കെ ഗെയിം മാറ്റും, സിബിന്റെ ഗെയിം പ്ലാൻ എന്തൊക്കെയാണ് എന്നൊക്കെയുള്ള പല കാര്യങ്ങളും അവിടെ ബിഗ് ബോസ് ടീം നോക്കി കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് സിബിനെ ഒന്ന് തളർത്തി കളഞ്ഞത്. അല്ലാതെ സിബിനെ ഒരു ഗെയിമറായിട്ട് കാണാഞ്ഞിട്ടോ അല്ലെങ്കിൽ സിബിൻ അവിടെ വേണ്ട എന്ന് തോന്നിയിട്ടോ ഒന്നുമല്ല. അതാണ് ബിഗ് ബോസിന്റെ പ്ലാൻ. പക്ക ഗെയിം പ്ലാൻ ആയിരുന്നു സിബിന്റെ അടുത്ത് നടപ്പിലാക്കിയത്. സിബിൻ ഇതെങ്ങനെ തരണം ചെയ്തു ഗെയിം കളിക്കുന്നു എന്നുള്ളതാണ് സിബിന്റെ ഇനിയത്തെ വിജയം എന്ന് പറയുന്നത്. സിബിൻ ആകെ ഡള്ളാണ്, ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ്. പവർ റൂമിൽ നിന്ന് ഇപ്പോൾ തന്നെ ഇറങ്ങണം എന്ന് പറഞ്ഞു. അവിടെ ഗെയിം കളിക്കാൻ കൊടുത്ത സമയത്ത് പവർ റൂമിൽ നിന്ന് പുറത്താക്കിയതുകൊണ്ട് സിബിനെ ഗെയിം കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഭയങ്കരമായ കഠിനമായ ശിക്ഷകളാണ് സിബിന് ബിഗ് ബോസ് കൊടുത്തിരിക്കുന്നത്. ഇതിനെ അതിജീവിച്ചുകൊണ്ട് സിബിന്റെ ഉയർത്തെഴുന്നേൽപ്പ് എങ്ങനെ എന്നുള്ളതാണ് ബിഗ് ബോസ് ടീം നോക്കി കാണുന്നത്. ഇനി സിബിന്റെ ഗെയിം എന്താണെന്ന് അത് സിബിൻ അതിജീവിച്ച് തിരിച്ചു വരും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.